ഹലോ, വെൽക്കം ബാക്ക് ടു എവറിത്തിങ് വിത്ത് ബേബി. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഗ്രോസറി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഹായ്ക്കുട്ടിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ബർത്ത്ഡേയുടെ കേക്കും സ്റ്റാൻഡും ഒക്കെ നമ്മുടെ കേക്ക് സ്ഥിരമായിട്ട് ഉണ്ടാക്കി തരുന്നത് നമ്മുടെ രശ്മി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ അടുത്ത് നിന്ന് കടം മേടിച്ചതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്മിറാൾട്ടി എന്ന് പറഞ്ഞ സ്റ്റേഷനിലാട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ച മാർക്കറ്റ് ഒന്നുമല്ല ഇത്. യൂഷ്വലി പോകാറുള്ള മാർക്കറ്റും അല്ല. പക്ഷേ ഞാൻ പണ്ട് മുതലേ 8 വർഷത്തോളം അഡ്മിറാൾട്ടിയിലാണ് താമസിച്ചത്. അതുകൊണ്ട് എപ്പോഴും കമ്മിങ് ബാക്ക് ടു ഹോം അങ്ങനെ ഒരു ഫീലാണ് എപ്പോഴും നമ്മൾ അഡ്മിറാൾട്ടിയിൽ വരുമ്പോൾ. എനിവേ അഡ്മിറാൾട്ടി കുറച്ച് ക്രൗഡഡ് ആണ്. ഇന്ന് സാറ്റർഡേ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഞാൻ വന്നിറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ബഹളമേ. നമ്മളെങ്ങനെ വീഡിയോ എടുക്കും എന്നൊക്കെ ഇതായിട്ടിരിക്കുമായിരുന്നു അല്ലേ. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എടുക്കാം, നമ്മൾ കാണിക്കാം. ഫസ്റ്റ് നമുക്ക് ബസ് എടുക്കണം. ബസ് എടുത്തിട്ട് വേണം അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ബസ്സിൽ കയറാം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സിംഗപ്പൂർ ഭയങ്കര മഴയാണ് കേട്ടോ. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുക. ടെമ്പറേച്ചർ ഒരു 24 ഡിഗ്രിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബസ് എടുക്കണമെങ്കിൽ റോഡ് ക്രോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള മേൽപ്പാലം കേട്ടോ ഇവിടെ. നമ്മുടെ റോഡ് ക്രോസ് ചെയ്യാനുള്ള മേൽപ്പാലത്തിൽ വരെ നമുക്ക് എസ്കലേറ്റർ ഉണ്ട്. അതുപോലെ ഇതൊക്കെ നമുക്ക് ഒരു വീഡിയോ എടുത്ത് നാട്ടിലുള്ളവരെ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ വേണം മേൽപ്പാലം പണിയാൻ. നടന്ന് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള മേൽപ്പാലം ഇങ്ങനെ വേണം പണിയാൻ. അതിൻ്റെ ഉള്ളിൽ ചെറിയ കടകളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് പോകാം. അതുപോലെ രാവിലെ നിവിൻ ഫുഡ് വാങ്ങിക്കും കണ്ടോ. ഇവിടെ ഫുഡൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് പോകാം. എന്ത് കൺവീനിയൻസ് ആയിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. മുടി വെട്ടേണ്ടവർക്ക് മുടി വെട്ടാം. ഇത് ലിറ്ററലി ഒരു പാലാണ്. ഇത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതെ ആ ട്രെയിൻ ഇറങ്ങി നമ്മൾ ഈ മേൽപ്പാലത്തിൽ കൂടെ റോഡ് ക്രോസ് ചെയ്തിട്ട് ബസ് എടുക്കാൻ പോവാണ്. കുറച്ച് നാൾ നമ്മൾ ഇവിടെ താമസിച്ചായിരുന്നു കേട്ടോ. ഞാനിവിടെ താമസിച്ചായിരുന്നു. അപ്പോൾ ഡെയിലി ഈ പാലത്തെ കൂടെ ഇറങ്ങി കയറി ട്രെയിൻ ബസ്സൊക്കെ എടുത്ത് പോകും. അതെ, നമുക്ക് അത്യാവശ്യം എല്ലാം പരിചയമുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ സിംഗപ്പൂർ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ, പെട്ടെന്ന് എല്ലാം ചേഞ്ച് ആയിപ്പോകും. അവർ ഒത്തിരി കൺസ്ട്രക്ഷൻസ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്കത് മനസ്സിലാകില്ല. കുറേ നാളൊക്കെ വരാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. ചിലപ്പോൾ വീട് കണ്ടെടുത്ത് ചിലപ്പോൾ ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ പൊളിച്ച് കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പണി. നമ്മൾ സംസാരിച്ച് ബസ് പെട്ടെന്ന് അങ്ങ് വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചാടി പറ്റിയില്ല. ബസ് സ്റ്റോപ്പൊന്നും പെട്ടെന്ന് വന്നു ഇന്ന് മൊത്തത്തിലൊരു ചീഞ്ഞ ദിവസമാണ് കേട്ടോ. ഇന്നലെ അതെ ഫുള്ള് ഇങ്ങനെ മഴയായിരുന്നു. അപ്പോൾ സിംഗപ്പൂർ ഇങ്ങനെ ഇടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് മഴയൊക്കെ പെയ്യാറുണ്ട് കേട്ടോ. അപ്പം ബാക്കിൽ കാണുന്നതൊക്കെ നമ്മുടെ HDB ബ്ലോക്ക്, അതായത് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റും അതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയാസൊക്കെയാണ്. അവരുടെ വീട് 691 ഇവിടെ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഇവരുടെ വീട് 691D ആണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ ബസ് സ്റ്റോപ്പ് 691D ആണ്. ഇങ്ങനെ പോയാൽ മതിയോ? ആ ഓക്കെ. എല്ലാവരും റൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്കൂടെ പോയാലും എവിടെ വേണേലും എത്താം എന്നാണ് പറയുന്നത് അല്ലേ. എൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലാണ് കേട്ടോ ഇവരുടെ പ്രൈമറി സ്കൂളാണെന്ന് തോന്നുന്നു. കാരണം പ്ലേ ഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പ്രൈമറി സ്കൂളാണ്. അതെ, പ്രൈമറി സ്കൂളാണ്. നമ്മുടെ ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഇങ്ങനെ സ്കൂളുകളൊക്കെ ഇരിക്കുക. കണ്ടപ്പോൾ കാണിക്കാൻ ഓർത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന AED എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് എമർജൻസി ആയിട്ട് ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ പോകും. അതെന്തോ ഒരു ആപ്പ് വഴിയല്ലേ നമുക്ക് വോളണ്ടിയറായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇങ്ങനെ ഇത് CPR ഒക്കെ കൊടുക്കാൻ അറിയാവുന്നവർക്ക് നമുക്കിങ്ങനെ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് അപ്പോൾ ഇതുപോലെ എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പം അത് ആ ആപ്പിൽ വന്നിട്ട് അലേർട്ടാവും. അപ്പോൾ നമ്മളിവിടെ പരിസരത്തുണ്ടെങ്കിൽ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ പോയി ചെയ്യുക. അല്ലെങ്കിൽ അവർക്കറിയാമെങ്കിൽ അവർക്ക് തന്നെ ഇത് വന്നെടുത്ത് ചെയ്യും. നിമിനൊക്കെ ഉണ്ടതില്ലേ. പക്ഷേ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല CPR കൊടുത്ത ആൾ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഇതുവരെ പോയിട്ടില്ല. ഫോറെന്തോ ആയിരുന്നു എൻ്റെ ഓർമ്മയിൽ. എനിക്ക് എക്സാക്ട്ലി അറിയില്ല. നമുക്ക് കണ്ടുപിടിക്കാം. സാധനമൊക്കെ കൊടുത്തു കേട്ടോ. എന്നിട്ട് തിരിച്ചു പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ബസ് വരാനായിട്ട് 2 മിനിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 1 മിനിറ്റാണോ? അപ്പോൾ നമ്മൾ ബസ്സിൽ സമയം നോക്കി. അപ്പോൾ സമയം നോക്കിയപ്പം 1 മിനിറ്റ് എന്ന് കാണിച്ചു. പക്ഷേ ഈ റൂട്ടിൽ ആകെ ഒരു ബസ്സേ ഉള്ളൂ അല്ലേ. അതുകൊണ്ട് നല്ല തിരക്കുണ്ട്.
പിന്നെ എപ്പോഴും വരുന്നുണ്ട്. അപ്പം നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ ആ ആപ്പിൽ നമുക്ക് കാണാൻ പറ്റും തിരക്കുണ്ടോ ഇല്ലയോ, വരുന്നത് ഡബിൾ ഡക്കർ ബസ്സാണോ സിംഗിൾ ബസ്സാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഈ നിൽക്കുന്നത് ഒരു ബസ് സ്റ്റോപ്പിലാട്ടോ, സിംഗിൾ ബസ്സാണ് വരുന്നത്. അവിടെ ബസ് വരുന്നുണ്ട്. ഈ കട നമ്മൾ സ്വർണം പണയം വെക്കാനൊക്കെ വെക്കുന്ന കടയാട്ടോ. അപ്പോൾ അവിടെ സ്വർണം മാത്രമല്ല, നല്ല ലക്ഷറി ബ്രാൻഡായിട്ടുള്ള ബാഗുകൾ ഒരു പണയത്തിന് എടുക്കും. അതുപോലെ തന്നെ അവരിത് വിൽക്കും ചെയ്യും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അഡ്മിറാലിറ്റിയിൽ ചെറിയ 2 മാള് പോലെയുണ്ട്. ഇത് കമ്പൗണ്ട് അഡ്മിറാലിറ്റി, അവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടിപ്പുറത്തും ഒരു ചെറിയ മാളുണ്ട്. ഇതൊക്കെ കുട്ടി മാളാണ് കേട്ടോ, വലിയ പോർഷനായിട്ടുള്ള കടകളൊന്നുമല്ല. മെയിനായിട്ട് ഫുഡും നമ്മുടെ ഗ്രോസറി ഐറ്റംസൊക്കെയാണ്. ഫ്ലോറിൽ ടോയ്ലറ്റും ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ അതെടുത്ത് പുറത്തേക്ക് എടുത്ത്. അപ്പം ഇവൻ്റെ ഈ ഫോണിൻ്റെ കവർ ഇട്ടിട്ട് ഭയങ്കര മൂടല് ക്ലാരിറ്റിക്ക്, അപ്പം ഞാനത് ഊരി. അപ്പം നമ്മൾ ടോയ്ലറ്റ് അന്വേഷിച്ച് പോവാണ്. ഇവിടെ ഉണ്ടോടാ? നിൽക്കുന്നത് പ്രായമായിട്ടുള്ളവർ താമസിക്കുന്ന ഒരു ബ്ലോക്കിൻ്റെ ഏറ്റവും താഴത്തെ നിലയിലാണ്. ഇപ്പം ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 65 വയസ്സ് 70 വയസ്സ് കഴിയുമ്പോൾ ഗവൺമെൻറ് അവർക്ക് വേണ്ടി മാത്രമായിട്ട് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അടിയിൽ നമുക്കൊരു അർജൻറ്റ് കെയർ സെൻ്റർ ഉണ്ട്, ഒരു മെഡിക്കൽ പോലെ. അതുപോലെ ഫുഡ്, ഗ്രോസറി, ബാങ്ക്, അങ്ങനെ കാര്യങ്ങളെല്ലാം വരും. ഇത് പണ്ടൊരു മൈതാനമായിരുന്നു. ഞാൻ വന്ന സമയത്ത് ഇവിടെ ഫുള്ള് ജസ്റ്റ് ചുമ്മാ ഗ്രൗണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർ പണിതെടുത്തതാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് ഒത്തിരി ദൂരം നടക്കാതെ കിട്ടാനുള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് വേണം. അവർക്ക് റെസ്റ്റ് ചെയ്യാൻ ഗാർഡനൊക്കെ ഉണ്ട്. അപ്പം ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരായിരിക്കും ഗ്യാദർ ചെയ്ത് ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. അതെ, നമ്മുടെ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവരുടെ ചൈനീസ് ന്യൂ ഇയർ തുടങ്ങി. അതിൻ്റെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന കേട്ടോ, അവിടെ ഹാപ്പി ലൂണാർ ന്യൂ ഇയർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൈനീസ് ന്യൂ ഇയർ ഇവിടെ ഭയങ്കര വലിയ ആഘോഷമാണ്. നമുക്ക് 2 ദിവസം പബ്ലിക് ഹോളിഡേ കിട്ടും. അപ്പം നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ചൈനീസ് ന്യൂ ഇയറിന് ഹോളിഡേ ഉള്ളതുകൊണ്ട് മിക്കവാറും നമ്മൾ മലേഷ്യ പോകാനാണ് ചാൻസ് കൂടുതൽ. മാർക്കറ്റ് എവിടെയായിരുന്നു? മറ്റേ വശത്തല്ലേ? ഓക്കെ, നമ്മുടെ മാർക്കറ്റിലൊക്കെ മിക്ക സ്ഥലങ്ങളിലും ക്യാഷ് എടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉണ്ട് ഒരു ATM, പിന്നെ അങ്ങ് അറ്റത്തുണ്ട്. നമുക്ക് ഫസ്റ്റ് ഫിഷ് വാങ്ങിക്കണം, പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഫിഷൊക്കെ തീർന്നിട്ടുണ്ടാവുമോ എന്നറിയില്ല. ഫിഷും അതുപോലെ ബീഫ്, പിന്നെ പച്ചക്കറികളൊക്കെ വാങ്ങിക്കണം. ഇതെല്ലാം നമുക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. പക്ഷേ മീനിൻ്റെ കാര്യം സംശയമാണ്, നോക്കി നോക്കാം. ഭയങ്കര ഹൈടെക് മാർക്കറ്റാണ്. ഇതൊരു കുറച്ച് നാളായിട്ട് റിനോവേറ്റ് ചെയ്തു കേട്ടോ ഈ മാർക്കറ്റ്. കുറച്ചുകൂടെ പോകണോട്ടോ, നേരെ പോകണം. അവിടെ ഇത് പണ്ട് കുട്ടി കടകൾ ഇരുന്ന സ്ഥലമാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ മാർക്കറ്റ്. ഇത് കണ്ടില്ലേ, ആ ഉണ്ട സാധനമൊക്കെ നമ്മുടെ ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അടുത്ത് പോവാം. ഇത് ചിക്കൻ്റെ കടയാണ്. ഇത് ഒരെണ്ണം $5. ഇതൊരു പ്ലേറ്റിന് $7. ഇങ്ങനെയൊക്കെ അവർ എഴുതി വയ്ക്കുന്നത് കണ്ടോ. ഞണ്ടൊക്കെ കിടക്കുന്ന ഇഷ്ടംപോലെ സീ ഫുഡ് ഉണ്ട് കേട്ടോ. നമ്മുടെ മത്തി കിടപ്പുണ്ട്, പക്ഷെ നമ്മൾ മത്തി തിന്ന് മടുത്തു, അതുകൊണ്ട് വേണ്ട. സിംഗപ്പൂരിൻ്റെ പ്രത്യേകത ഇതാ കേട്ടോ, നമുക്ക് നമ്മുടെ നാട്ടിലെ സാധനങ്ങളെല്ലാം കിട്ടും. ഈവൻ അതിൽ കൂടുതൽ കിട്ടും. എന്തായാലും മീനുണ്ട്, അപ്പം നമുക്ക് സമയം കളയാതെ നോക്കി മേടിക്കാം. തിരക്കുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പല ടൈപ്പ് പ്രോൺസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ പ്ലേറ്റിലിരുന്ന മീനാണ് വാങ്ങിച്ചത്. ഭയങ്കര ഇതിൽ 2 പസഫിക് ഓഷ്യനിലെയും ഇന്ത്യൻ ഓഷ്യനിലെയും മീൻ വരുന്നുണ്ട് ഇവിടെ. അപ്പം പേഴ്സണലായിട്ട് എനിക്ക് പസഫിക് ഓഷ്യനിലെ മീനിന് അത്ര ഇഷ്ടമല്ല. നമ്മുടെ നാടൻ മീനാണ് ഇഷ്ടം. അല്ല, ഇവിടെ 2ഉം കിട്ടും. രാവിലെ വന്നാൽ കുറച്ചും കൂടെ സാൽമൺ മേടിക്കണ്ടേ? ഹായ്ക്ക് പല ടൈപ്പ് ബീഫുണ്ട്, അപ്പം നോക്കി മേടിക്കണേ. ഇത് അവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. $12 വേണോ $13 വേണോ? ഇനി ഇതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അവിടുത്തെ ഇന്ത്യ കടയിൽ പോയിട്ട് മറ്റേ 2.5 കിലോ ബീഫ് മേടിക്കാം.
എനിക്ക് തോന്നുന്നു നെയ്യും അതൊക്കെ വ്യത്യാസം അനുസരിച്ച് എഴുതി. $13 ഇപ്പൊ $13 മേടിച്ചില്ലെങ്കിലും നമുക്ക് നമ്മുടെ വാങ്ങിച്ചേക്കാം. ബീഫ് പല ടൈപ്പ് ഉണ്ട്, നെയ്യുള്ളത്, എല്ലുള്ളത്, അങ്ങനെ തരം തിരിച്ചു വെച്ചിരിക്കുക കേട്ടോ അവര്. മാർക്കറ്റിൽ വന്നാൽ നമ്മൾ ഇടിച്ചു കുത്തി നിന്ന് മേടിക്കണം കേട്ടോ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ ഇന്ന് കമ്പാരിറ്റീവ്ലി തിരക്കില്ല, പക്ഷെ സാധാരണ തിരക്ക് ഉണ്ടാവാറുണ്ട്. ഈ കാണുന്ന കണ്ടെയ്നറിലാണ് അവർ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. എന്തായാലും നമ്മൾ ഇതിലില്ലാത്തൊരു സാധനം നമ്മൾ മേടിച്ചത്. $11 ബീഫാണ് മേടിച്ചത്. ചിക്കൻ ഇല്ലടാ, ചിക്കൻ അവർക്ക് ബ്രസ്റ്റ് തന്നെ ആയിട്ടുണ്ട്, ഡ്രം സ്റ്റിക്ക് തന്നെ ആയിട്ടൊക്കെ ഉണ്ട്. ആ, അതല്ലെങ്കിൽ ഒരു ഫുൾ ചിക്കൻ മേടിച്ചിട്ട് അവരോട് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി. നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിച്ചു, കാരണം ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ ബ്രസ്റ്റ് മാത്രം വാങ്ങിച്ചത്. സാധനം നമ്മൾ കുറേ എടുത്തു. കപ്പ എടുത്തു കേട്ടോ, പപ്പയ്ക്ക് കപ്പ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് നമ്മൾ കപ്പ എടുത്തു. പിന്നെ ചെമ്മീനും മാങ്ങ വെക്കാൻ വേണ്ടിയിട്ട് മാങ്ങ എടുത്തു. ഇനി നമുക്ക് ഫ്രൂട്ട്സ് മേടിക്കാം. ഹായ്ക്കുള്ളതും പപ്പയ്ക്കുള്ളതൊക്കെ ഫ്രൂട്ട്സ് മേടിക്കാൻ നമ്മൾ വേറെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. മാർക്കറ്റിൽ ഫ്രൂട്ട്സിന് ഇച്ചിരി വില കൂടുതലായതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. നമുക്ക് അവക്കാഡോന്ന് സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ, വലിയ കയ്യിൽ താഴെ പോയി. ഇത് ഇവരുടെ ട്രഡീഷണൽ ഒരു സൂപ്പർ മാർക്കറ്റ് ആട്ടോ, ചൈനീസുകാരുടെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. പ്രൈം എന്ന പേര്. അത്യാവശ്യം എന്താ പറയുക, ഒത്തിരി സാധനങ്ങളും ഉണ്ട്, അത്യാവശ്യം ഡീൽസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം അവക്കാഡോ എടുക്കാം. മെക്സിക്കൻ അവക്കാഡോ ആണ് പറഞ്ഞത്, അതെന്തായാലും എടുക്കാം. നമുക്ക് $3 $585. ഇതിന് ഏകദേശം 300 രൂപ അല്ലേ. പിന്നെ ബനാന എടുക്കാം. ഫിലിപ്പീൻസ് ബനാന ഉണ്ട്, തായ്ലൻഡിന്റെ ബനാന ഉണ്ട്. ഏത്? തായ്ലൻഡ് ആയിരിക്കും നല്ല ബനാന. തായ്ലൻഡ് ഫിലിപ്പീൻസ് രണ്ടും നല്ലതാണ്. തായ്ലൻഡിന്റെ സ്വന്തം മാങ്ങയാണ്. നമ്മള് തായ്ലൻഡിൽ ക്രാബി പോയപ്പോ മാമ്പഴം വാങ്ങിച്ചോണ്ട് വന്നല്ലേ. അപ്പൊ 5 എണ്ണത്തിന് $345. ഇപ്പൊ മാംഗോയുടെ സീസൺ ആണോ? എനിക്കല്ലെന്നാ തോന്നുന്നേ. എനിവേ എടുത്ത് നമുക്ക് മാംഗോ ഷേക്കോ ജ്യൂസോ ഐസ്ക്രീമോ നമ്മൾ എടുത്താൽ മാത്രം പോരാ, നമ്മൾ തന്നെ വെയിൻ ചെയ്യണം. ലുലുലൊക്കെ ഇങ്ങനെയാണോ എനിക്കറിയില്ലേ. ഇതെന്താ നീ ചെയ്ത്? രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് ഫ്രൂട്ട്സ് അല്ലേ. ഫ്രൂട്ട്സ് സെലക്ട് ചെയ്തിട്ട് മെക്സിക്കോ അവോക്കാഡോ എടുത്തു. മുട്ടയാണെങ്കിലും പലതരം മുട്ടയുണ്ട് കേട്ടോ. എന്താണ്, കോഴി കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് മുട്ട പല ഡിഫറെൻറ്റ് ടൈപ്പിലുണ്ട്. ഫാമിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹായ്ക്കൂടെ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ നോക്കിയാണ് എടുക്കുന്നത്. പക്ഷേ ഈ 15 എണ്ണത്തിൻ്റെ ഇത് പ്രൈം ഇവരുടെ തന്നെ മുട്ടയാണേ. അപ്പോൾ ഞാൻ നടക്കുന്നത് ഇങ്ങനെ ഫാമിക്സ് പോലത്തെ സിംഗപ്പൂർ ലോക്കൽ പ്രൊഡ്യൂസർ എടുത്താൽ പോരെയെന്ന്. സിംഗപ്പൂരിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന സാധനമില്ലേ, അത് എടുത്താൽ പോരെയെന്ന് ഞാൻ ചോദിച്ചു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ സ്നാക്സ് കഴിക്കാൻ ഓർത്തു. അപ്പോൾ നിന്ന് കഴിഞ്ഞ സമയം പോകുമ്പോൾ തന്നെ 1 മണിയായി. വീട്ടിൽ മമ്മിയൊന്നും നമ്മളെ നോക്കിയിരിക്കുമായിരിക്കും ചിലപ്പോൾ അല്ലേ. അതുകൊണ്ട് ഞങ്ങളൊരു ക്രാബ് നഗറ്റ് വാങ്ങിച്ചു. ക്രാബ് മീറ്റ് അവർ ഫ്രൈ ചെയ്തു. എൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഫേവറേറ്റ് ഒന്നുമല്ല, എന്നാലും ഇഷ്ടമാണ്. തൊട്ടിപ്പുറത്ത് നമ്മുടെ മക്ഡൊണാൾഡ്സ് ഉണ്ട്. മക്ഡൊണാൾഡ്സിലെ ഐസ്ക്രീം ചേട്ടൻ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കാൻ വന്നതാണോ അല്ലയോ എന്നാണ് പുള്ളിയുടെ ഡൗട്ട്. പുള്ളിനെ ഞാൻ ചെറുതായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗ്രോസറി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഒരു ദിവസത്തെ പണിയാണ് നമ്മൾ ഗ്രോസറി മേടിക്കാൻ വന്നത്. കാരണം എല്ലാം ഒരു കടയിൽ നിന്ന് കിട്ടില്ലല്ലോ, പല പല കടകളിൽ മാറി കയറുന്നു. അത് കാരണം ഭയങ്കര പാടാണ്. എനിവേ ഇന്ന് ഗ്രോസറി ഷോപ്പിംഗ് ചേർന്നു. ഇനി അടുത്ത വെറുതെയാ. നമ്മളൊരു വീക്കിലേക്ക് കയറി കഴിയുമ്പം നമ്മൾ എത്രയൊക്കെ വാങ്ങിച്ചാലും സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. നമ്മൾ വീണ്ടും രണ്ടാമത് വന്ന് ഇട ദിവസങ്ങളിൽ വന്നിട്ട് നമ്മൾ മേടിക്കേണ്ടി വരും. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാടാ. നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും എന്തെങ്കിലുമൊക്കെ നമ്മൾ മിസ് ചെയ്ത് പോകും. ദാറ്റ് ഈസ് ലൈഫ് അല്ലേ. മഴ പെയ്യുവാ അല്ലേ. എങ്ങനെ മഴ എന്ന് പറയുന്നേ? മഴ എവിടെ പോണം? മഴയത്ത് പോണോ? പിന്നെയോ ബേബിയുടെ അടുത്ത് പോണോ? അപ്പോൾ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്നിട്ട് നമ്മൾ ഭയങ്കര ടയർഡായിപ്പോയായിരുന്നു വന്നപ്പം. അതുകൊണ്ട് നമ്മൾ വന്നു വേണ്ടി അതെല്ലാം എടുത്തു വെച്ചിട്ട് നേരെ ചോറുണ്ടു.
ചോറുണ്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓർത്തത് അയ്യോ വ്ളോഗിന്റെ ബാക്കി എടുത്തില്ലല്ലോ എന്ന്. പിന്നെ ഹായക്കുട്ടിന് നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ നിർത്താതെ മഴ പെയ്യാന്ന് പറഞ്ഞില്ല. അപ്പൊ പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയതുകൊണ്ട് അല്ലേ കാറോ ട്രക്കില്ല കാറല്ലേ വരുന്നേ. അപ്പൊ മഴ ആയതുകൊണ്ട് ഹായ്ക്ക് എങ്ങും വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവള് തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പോകാന്ന്. അങ്ങനെ ഞങ്ങള് ഫ്ലാറ്റിന്റെ താഴത്തേക്ക് നടക്കാൻ ഇറങ്ങിയതാ. വേണമെങ്കിൽ ഒരു ചായ ഒക്കെ കുടിക്കാൻ കേട്ടോ. നമുക്ക് നമ്മുടെ ഫുഡ് കോർട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഹായ്ക്ക് ചായ വേണോ? നോ ചായ ഡാഡ നോ. ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ്. ഈ ഓക്കെ ഒക്കെ പറയണ കേൾക്കാൻ ഭയങ്കര ക്യൂട്ടാണ്. ഹായ് ഓക്കെ എന്ന് പറഞ്ഞേ. നോ ആണ് പറയുന്നേ. ഓക്കെ ഡാഡ ഓക്കെ. നമ്മൾ ചോദിച്ചാൽ ഒന്നും പറയില്ല. അതുകൊണ്ട് ചോദിക്കാതിരിക്കുന്നത് നല്ലത്. വലിയ മഴയില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് ഫ്ലൈറ്റ് ഒക്കെ ഡിലേ ആവുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചാങ്ങി എയർപോർട്ടിൽ ഒത്തിരി ഡിലേ ഒന്നും ആവുന്നില്ല. ഒരു അരമണിക്കൂറൊക്കെ എല്ലാം ഫ്ലൈറ്റ് മാറി പോകുന്നുണ്ട്. കാക്കയല്ലത് മൈന. മൈന ഇപ്പം സിംഗപ്പൂരുള്ള പ്രത്യേകതയാണ് മിക്ക സ്ഥലങ്ങളും ഷെൽട്ടേർഡ് ആണ്. എന്ന് വെച്ചാൽ മഴയായി കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോകാനായിട്ട് മഴ നനയാൻ നടന്നു പോകാനുള്ള അവസരമുണ്ട്. അപ്പം പല സമയത്തും ഏതെങ്കിലുമൊക്കെ വഴി കൂടെ ചെന്ന് ഷെൽട്ടർ ഇല്ലാതെ നമുക്ക് കുടയില്ലാതെ നമുക്ക് ബസ്സിൽ കയറി ട്രെയിനിൽ കയറി പോകും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് എല്ലാ റോഡും ഓൾമോസ്റ്റ് എല്ലാ റോഡും നമുക്ക് ഷെൽട്ടേഡ് വാക്ക് വേ ഉണ്ട്. ഈവൻ മാപ്പിൽ തന്നെ ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഷെൽട്ടേഡ് വാക്ക് വേ നടത്തുകൊണ്ട് നടന്നു പോകണമെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു മാപ്പുണ്ട്. അതിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പോകാം. അപ്പം അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആണ്. എന്താ അല്ലേ? ഓക്കെ ഹായ ഓക്കെ പറയാൻ നല്ല ക്യൂട്ടാണ്. എന്താണേലും പയ്യെ ഞങ്ങളുടെ കൊച്ച് സംസാരിച്ച് വരുന്നു. സെൻസ് എന്ന് പറയാറായിട്ടില്ല, വാക്കുകൾ ഉപയോഗിക്കാറായി. ഹോപ്പ്ഫുള്ളി സെൻറ്റൻസ് ഒക്കെ ഇനിയിപ്പം വരും മാസങ്ങളിൽ പറയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം വൈകുന്നേരമായി. ഹായക്കുട്ടിനെ കൊണ്ട് നമ്മളിവിടെ ഒരു മാളിൽ കളിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര വീൽസ് ഓൺ ദ ബസ് ആക്ടിങ് ആണ്. ഒരു ബസ്സിൻ്റെ സ്റ്റിയറിംഗ് പിടിച്ച് ഹായ ഭയങ്കര ആക്റ്റീവാണ്. പാട്ട് മുഴുവൻ നിർത്താതെ മമ്മിയൊക്കെ ഉണ്ട് കൂടെ. മമ്മിക്ക് ഇപ്പം ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. തായ് ഫുഡ് കഴിക്കാൻ പോകാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അവിടെ ക്യൂ കുറവാണെങ്കിൽ തായ് ഫുഡ് കഴിച്ചില്ല. അപ്പോൾ അവരെ കൊണ്ട് തായ് ഫുഡ് കഴിപ്പിക്കാന്ന് ഓർത്തു. അങ്ങനെ തായ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് തായ് ഫുഡ് മമ്മിക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. തായ് ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ തായ് ഫുഡ് കഴിക്കാൻ പോകും. ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. നമുക്ക് അവർ പോപ്കോൺ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വരുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പോപ്കോൺ കിട്ടും. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിബിൻ പോപ്കോൺ എടുക്കാൻ പോയിരിക്കുകയാണ് വന്ന വേണ്ടി. അപ്പം നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്താടാ ഡാഡായി എന്തി പോപ്കോൺ വേണ്ടാന്ന് നമ്മളൊരു മണ്ടത്തരം കാണിച്ചു. ഇത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച വെള്ളം, ഇത് അവർ ഫ്രീ ആയിട്ട് വെച്ച വെള്ളം. എനിവേ വെള്ളം കിട്ടി. ഇതോ ഈ വെള്ളം നീ കുടിക്കുവോ? അപ്പം അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. എല്ലാവരും മമ്മി ഫസ്റ്റ് ടൈം തായ് ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് റെഡിയാണോ? റെഡി ആയിട്ടിരിക്കുകയാണ്. കഴിക്കാന്ന്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇത് സ്വീറ്റ് ആൻഡ് സ്പൈസി തൗഫു, പിന്നെ ഇത് നമ്മുടെ ഒനിയൻ ഓംപ്ലേറ്റ്, പിന്നെ ഇത് നമ്മുടെ തായ് ചിക്കൻ വിത്ത് കാഷ്യൂനട്ട് അല്ലേ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വെള്ളവും തായ് ഗ്രീൻ ടീയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഹായക്കുട്ടിനെ മാനേജ് ചെയ്ത് നമ്മുടെ ഈ ഫുഡൊക്കെ കഴിക്കണം. മമ്മിക്ക് ആദ്യം ഏതാ കൊടുക്കണ്ടേ? മമ്മി അങ്ങനെ ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ. തായ് ഫുഡ് ഇച്ചിരി കൊടുത്തിട്ടുള്ളൂ ഇപ്പം. ചിക്കൻ കഴിച്ചിട്ട് പറ. കഴിച്ചോ? എങ്ങനെയുണ്ട് അമ്മി? ഇഷ്ടപ്പെട്ടോ? ഇനി ഇടയ്ക്കിടയ്ക്ക് തായ് ഫുഡ് കഴിക്കാൻ വരാം. ഇത് തോഫു.
ഹായ്ക്ക് വെള്ളം വേണം അതിൻ്റെ ഇടയ്ക്ക്. ആ അപ്പോൾ മമ്മിക്ക് ചിക്കനും മുട്ടയും തായ് ഫുഡൊക്കെ ബേസിക്കലി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അല്ല ഇഷ്ടമായല്ലേ? ഓക്കെ. ഇന്നത്തെ ഡേ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ശനിയാഴ്ച ചെയ്തുകൊണ്ട് പുറത്ത് വന്ന് ഫുഡ് കഴിച്ചതാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമ്മൾ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ഹായ്ക്കൂടെ ഒരു ചേഞ്ച് ആവുമല്ലോ എന്ന് ഓർത്തു, അങ്ങനെ വന്നതാണ്. പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പേ ഫുഡ്? കുഴപ്പമില്ല. അപ്പോൾ കഴിച്ചു തുടങ്ങി. അപ്പോൾ ആണ് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്രൂവ് ചെയ്ത ആള്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ ബൈ.